അമ്മ എന്ന മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടന അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കടന്നു പോകുന്നത്. അനിവാര്യമായിരുന്ന നേതൃമാറ്റത്തിൽ ചരിത്രം എഴുതുകയാണ് താരസംഘടന. ഏറ്റവും കൂടുതൽ വനിതാ അംഗങ്ങളുള്ള അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ അധ്യക്ഷ ശ്വേതാ മേനോനിലൂടെ ചുമതലയേറ്റിരിക്കുകയാണ്. വനിതകളെ തഴയുന്നു, സ്ത്രീപക്ഷ വിഷയങ്ങളിൽ പിൻവാങ്ങുന്നു എന്നീ വിമർശന ശരങ്ങൾ ആവർത്തിച്ച് കേട്ടിരുന്ന അമ്മ ഈ നിർണായക ഘട്ടത്തിൽ താക്കോൽ സ്ഥാനത്ത് ഏൽപ്പിച്ച 4 പേരും സ്ത്രീകളാണ്. മാറ്റത്തിന്റെ കാറ്റാകുമോ അമ്മയുടെ പെൺമക്കൾ? നോക്കാം RDX റാവ്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ദേവൻ നേടിയ 132 വോട്ടുകൾക്കെതിരെ 159 വോട്ടോടെയാണ് ശ്വേതാ മേനോൻ ചരിത്രം എഴുതിയത്. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജയൻ ചേർത്തല 267 വോട്ടും ലക്ഷ്മിപ്രിയ 139 വോട്ടുകളും നേടി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 172 വോട്ടുകൾ നേടിയാണ് കുക്കു പരമേശ്വരന്റെ വിജയം. എതിരെ മത്സരിച്ച രവീന്ദ്രന് 115 വോട്ടുകളെ നേടാനായുള്ളൂ. ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട ഉണ്ണി ശിവപാൽ 167 വോട്ട് നേടി. അനൂപ് ചന്ദ്രന് 108 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. എതിരാളികളില്ലാത്തതിനെ തുടർന്ന് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ ഘട്ടത്തിൽ തന്നെ അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വനിതാ സംവരണത്തിലൂടെ കൂടുതൽ വോട്ട് നേടി സരയു, ആശ, അഞ്ജലി നായർ, നീന കുറുപ്പ് എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വിജയിച്ചു. സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം, വിനു മോഹൻ, റോണി വർഗീസ്, കൈലാഷ്, ജോയ് മാത്യു, സിജോയ് വർഗീസ് എന്നിവരാണ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി തുടങ്ങി പ്രമുഖ നടന്മാർ വോട്ട് ചെയ്യാനെത്താത്തതും ഇതിനിടെ ചർച്ചയാകുന്നുണ്ട്. RDX റാവ്, ന്യൂസ് മലയാളം. താരസംഘടന അമ്മയുടെ തലപ്പത്ത് വനിതാ പ്രസിഡന്റ് എത്തുന്നത് ചരിത്രത്തിലാദ്യമായാണ്. ശ്വേതാ മേനോനൊപ്പം താക്കോൽ സ്ഥാനത്തുള്ള 2 പേരൊഴികെ മറ്റെല്ലാവരും സ്ത്രീകളാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും 4 സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ അമ്മ ഭരണസമിതിയിൽ വനിതാ ഭാരവാഹികൾ ആകെ 8 പേരാണ്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു. വോട്ടവകാശമുള്ള അമ്മയിലെ 507 അംഗങ്ങളിൽ 298 അംഗങ്ങൾ മാത്രമാണ് വോട്ട് ചെയ്തത്. സ്വാഗതം ചെയ്ത് അമ്മയുടെ സർക്കാർ ഈ അമ്മയുടെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ വന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് സിനിമാ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. സിനിമാ കോൺക്ലേവിന്റെ തുടർച്ചയായി സിനിമയിൽ നല്ല മാറ്റങ്ങൾ വരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. അമ്മയുടെ തലപ്പത്ത് വനിതകൾ എത്തിയതിനെ WCCയും സ്വാഗതം ചെയ്തു. AMMA എന്ന പേരിന്റെ ഇടയ്ക്ക് വീണ കുത്തുകൾ മായ്ക്കാൻ കരുത്തുണ്ടാകണം എന്നാണ് WCC ആവശ്യപ്പെടുന്നത്. ഒരു പതിവില്ലാത്ത മത്സരമായിരുന്നു ഇത്തവണ ഉണ്ടായത്. ഇക്കുറി കണ്ടത് അമ്മ സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരമായിരുന്നു. ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയായവരുടെ സ്ഥാനാർത്ഥിത്വം വിവാദത്തിലാവുകയും ചെയ്തു. അമ്മ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അരങ്ങേറിയത് വിവാദ ആരോപണങ്ങളുടെ പെരുമഴയാണ്. കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദം പോലീസ് പരാതി വരെ ആയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ശ്വേതാ മേനോനെതിരെ ഉയർന്ന അശ്ലീല പരാതി കേസായി. ജയൻ ചേർത്തലയുമായി ബന്ധപ്പെട്ട് നാസർ ലത്തീഫിന്റെ അസഭ്യ ഓഡിയോ പുറത്തുവരികയും ചെയ്തു. ഇന്ന് പൂർത്തിയായ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതാണ്. മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കാലാവധി തീരും മുമ്പ് രാജിവെച്ചു. മോഹൻലാൽ അധ്യക്ഷനായ ഭരണസമിതിക്ക് കാലാവധി ഉണ്ടായിരുന്നത് 2027 വരെയാണ്. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായി 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് 2024 ജൂണിലാണ്. നമ്മളത് നേടി എന്ന് പറഞ്ഞാണ് അമ്മയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ശ്വേതാ മേനോൻ വേദിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചത്. നമുക്കത് കാണാം. സിനിമയിൽ സ്ത്രീയോ പുരുഷനോ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാരക്ടേഴ്സാണ്. ഒരു ആക്ഷൻ, ഒരു കട്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മളെപ്പോഴും നയിക്കുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക് യു അഗൈൻ ടു മൈ ടീം. We did it, guys. We did it. Thank you so much. Thank you. അമ്മയിൽ നിന്ന് പിണങ്ങിപ്പോയവരോട് നേരിട്ട് സംസാരിക്കുമെന്നും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നും ശ്വേത പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അവരുടെ സ്വന്തം കുടുംബമാണ്. ആർക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ആൾക്കാർ, ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു വരാം. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വേണമെങ്കിൽ പേഴ്സണൽ അവർ പറഞ്ഞാൽ ഞാൻ അവരെ പേഴ്സണലി ആയിട്ട് പോയിട്ട് കാണാം. പക്ഷേ അവർ ഓക്കെ ആണെങ്കിൽ നമ്മളുടെ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഒന്ന് ഒരു ടേബിളിന്റെ അപ്പുറത്ത് ഇരുന്നാലേ എല്ലാ പ്രോബ്ലംസും സോൾവ് ആവും. ശ്വേത അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണെന്നായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു പരാജയപ്പെട്ട ദേവന്റെ പ്രതികരണം. ഇത് അമ്മയുടെ അമ്മ, ഇത് അമ്മയുടെ അച്ഛൻ. ശ്വേതാ മേനോന്റെ വിജയം 100% അർഹതയുണ്ട്. കാരണം ഷീ fought and won. മെമ്മറി കാർഡ് വിവാദം അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുക്കു പരമേശ്വരൻ പറഞ്ഞു.
എല്ലാം നന്നായി നടന്നു. അമ്മയിലെ മെമ്പേഴ്സിൻ്റെയാണ്. ദ റിസൾട്ട് ഈസ് അമ്മാസ് റിസൾട്ട്. അമ്മയുടെ മെമ്പേഴ്സ് തന്ന റിസൾട്ടാണ്. ഈ അവസാനമായി നടന്ന മെമ്മറിക്കാട് വിവാദമായിരുന്നു, അതിലൊരു അതൊക്കെ ഞങ്ങൾ അമ്മയിൽ തന്നെ മീറ്റിംഗ് കൂടും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കും. 32 വർഷം കഴിഞ്ഞിട്ടായാലും അമ്മയ്ക്ക് ഒരു ഈ വനിതാ സാരഥ്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ കൗതുകകരമാണ്. കാരണം ഈ അമ്മ സംഘടന എന്നത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളിൽ ആരും എന്നും ഇങ്ങനെ വനിതാ നേതാക്കൾ ഉണ്ടായിരുന്നില്ല. എന്ത് തോന്നുന്നു? ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്കും ശ്വേതാ മേനോൻ അടക്കമുള്ള ഭാരവാഹികളുടെ ഈ വരവിലേക്കും വഴിവെച്ചത് എന്ന് നമ്മൾ ആ ഡാറ്റ ഷീറ്റിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അത് വസ്തുതയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെയാണ് ഇവരെല്ലാവരും രാജിവെച്ച് പോവുകയും അമ്മയിൽ കുഴപ്പമാവുകയും ഇങ്ങനൊരു പുതിയ തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുക സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത് നന്നായിട്ട് പര്യവസാനിച്ചു. നമ്മൾ ആദ്യ ദിവസം തന്നെ ശ്വേതാ മേനോൻ്റെ പേര് വന്നപ്പോൾ തന്നെ നമ്മൾ RDX രണ്ടുപേരും പറഞ്ഞത് അവർ വന്നാൽ നന്നായിരിക്കും. അവർ 10-32 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്, എല്ലാവരും അറിയാവുന്ന ആളാണ് എന്നൊക്കെയാണല്ലോ. നന്നായി. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇവരുടെ വരവിലേക്ക് വഴിവെച്ചത് എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വഴിവെച്ചത് എന്താണ്? അത് WCCയുടെ ഇടപെടലാണ്. അതായത് പെൺകുട്ടി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം കുറേ നടിമാർ ആളുകൾ വളരെ ബോൾഡായിട്ട് ഇതുപോലെ ഇൻഡസ്ട്രിക്കകത്തേക്ക് വന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവർ വളരെ ധീരമായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കൊക്കെ വരേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണമായി. അമ്മ പൊളിഞ്ഞു വീണു. വീണ്ടും അത് ഇങ്ങനെ സ്ത്രീകൾ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് അവിടെ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്ന വേദികളിലൊന്നും, വോട്ടെടുപ്പ് നടന്ന സ്ഥലത്തൊന്നും, ആ ഹാളിലൊന്നും WCCക്കാരില്ലായിരുന്നെങ്കിലും അവരുടെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ അതിലേറ്റവും കരുത്തുറ്റ സാന്നിധ്യമായിരുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം അവരാണ് ഇതിലേക്ക് കാര്യങ്ങളെ നയിച്ചത്. അതുകൊണ്ടാണ് അവരുണ്ടായിരുന്നത് കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായത്. ആ വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായതുകൊണ്ടാണ് പല പുരുഷ നേതാക്കൾക്കും ഈ സംഘടനയുടെ അധ്യക്ഷ പദവിയും മറ്റും കാംക്ഷിച്ച പല ആളുകൾക്കും, അധികാര പദവി കാംക്ഷിച്ച പല ആളുകൾക്കും മത്സരിക്കാൻ പോലും ആകാഞ്ഞത്. അതുകൊണ്ടുകൂടെയാണ് സ്ത്രീകളായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള കൊള്ളാവുന്ന ആളുകൾക്ക് ആ സ്ഥാനങ്ങളിലേക്ക് വരാൻ പറ്റിയത്. അതുകൊണ്ട് ഇതിന് കാരണക്കാരായത് ശ്വേതാ മേനോൻ്റെ അധികാരാരോഹണത്തിലേക്കുള്ള വരവിന് കാരണക്കാരായത് അൻസിബ ഹസൻ അടക്കമുള്ള ആളുകളുടേത് മറ്റെല്ലാ ആളുകളുടെയും ഈ സ്ഥാനത്തേക്കുള്ള വരവിന് കാരണമായത് WCC ആണ്. അതിനകത്തുള്ള പെൺകുട്ടികളാണ്, നടിമാരാണ് എന്ന് പറഞ്ഞാൽ ഒരു പിശകും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ WCCക്കാരുടെ പൊളിറ്റിക്സിലെ ആളുകളല്ല, അല്ലെങ്കിൽ WCCക്കാരുടെ നിലപാടിലെ ആളുകളല്ല ഇവരാരും. ഇവരുടെ നിലപാട് വേറെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ശ്വേതാ മേനോൻ എടുത്ത നിലപാട് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എന്താണെന്ന് നമുക്കറിയാം. ആലോചിക്കുന്ന ആളുകൾക്ക് ഓർമ്മയുണ്ട്. കുക്കു പരമേശ്വരൻ TV-ക്ക് മുന്നിൽ അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് കൂവിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരാരും ഈ WCCയുമായി ബന്ധപ്പെട്ട് ഈ കോർ ഇഷ്യൂ ഉന്നയിച്ചിട്ട് ധീരമായിട്ട് പുറത്തേക്ക് പോയ നടിമാരുടെ നിലപാടുള്ള ആളുകളല്ല. പക്ഷേ അത് അങ്ങനെ തന്നെ നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല. അതായത് അധികാര പദവിയിലേക്ക് മാറിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്നാൽ അതുവരെ അത് പിന്തിരിപ്പൻ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും ഈ മാറിയ രാഷ്ട്രീയ നിലപാടിൻ്റെ ഹോൾഡേഴ്സായിട്ട് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും അവരുടെ ലിംഗപദവി അതേ നിരക്കുള്ളതാകുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്ത് നിലപാടാണോ ശ്വേതാ മേനോൻ എടുത്തത് ആ നിലപാടുമായിട്ട് ശ്വേതാ മേനോൻ മുന്നോട്ട് പോവുക സാധ്യമല്ല. അതാണ് സംഘടന അതിനകത്തെ വ്യക്തികളോടും നേതാക്കളോടും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ CPM രാഷ്ട്രീയമൊക്കെ എപ്പോഴും ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയ തോതിൽ കോൺഗ്രസ് CPM രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു നാടാണല്ലോ. അപ്പോൾ നമുക്കറിയാം സംഘടന വ്യക്തികളുടെ നിലപാടിനെ അപ്രസക്തമാക്കി കളയും. സംഘടനയെ പുറത്തുള്ള സംവിധാനങ്ങൾ തിരിച്ചു കളയും അവരുടെ രാഷ്ട്രീയത്തെ. ഇത് പഴയതുപോലെ പോകാനാകില്ല. ഇപ്പോൾ നമ്മൾ ശ്വേതാ മേനോനും മറ്റ് സ്ത്രീകളായിട്ടുള്ള നേതാക്കളൊക്കെ മുന്നോട്ട് വന്നു, അവരാണ് സംഘടനാ നേതാക്കളായിരിക്കുക എന്ന് പറയുമ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ പിൻവലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തന്നെയും അവരതിനകത്തില്ല എന്നല്ല. മോഹൻലാൽ അത് പറയാൻ വേണ്ടി തന്നെയും വന്നു, അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ വോട്ട് ചെയ്തില്ലല്ലോ. പൃഥ്വിരാജും ഇന്ദ്രജിത്തും മറ്റൊന്നും വോട്ട് ചെയ്തില്ല. ദുൽഖർ സൽമാനും ആസിഫ് അലി ഒന്നും വോട്ട് ചെയ്തില്ല. ചെറുപ്പക്കാർ കുറേ പേര് വോട്ട് ചെയ്തില്ല. പക്ഷേ മോഹൻലാൽ വന്നു, വോട്ട് ചെയ്തു. അമ്മ ഒരു കുടുംബമാണ്, ഞങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. അവരൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അത് നമ്മൾ കണ്ട അമ്മ ഇതിന് മുൻകാലങ്ങളിൽ കണ്ടപോലുള്ള അമ്മയായിരിക്കില്ല. അത് കുറേ ആയിട്ട് തന്നെ അങ്ങനെയാണ്. കാരണം മുൻകാലങ്ങളിൽ ആരോടും മറുപടി പറയേണ്ടതില്ലാത്ത ഒരു സംഘടനയായിരുന്നു താരസംഘടന. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സംഘടനയോ ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് സമൂഹത്തോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ക്ലബ്ബ് പോലെ അങ്ങ് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. പറയുന്ന ഓരോ വാക്കും ആളുകൾ കുറെ കൂടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന, പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടുന്ന നിലയിലേക്ക് ഈ സംഘടന എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റേത് രാഷ്ട്രീയ സംഘടനകളെയും പോലെ പുറത്തു നിന്ന് പൊതുസമൂഹം വല്ലാത്തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറും. സ്വാഭാവികമായിട്ടും മാറിയ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. WCC അങ്ങനെ ആ പെൺകുട്ടികൾ ഈ സംവിധാനത്തെ ആകപ്പാടെ പുതുക്കി പണിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇതിലെനിക്ക് പക്ഷേ ഈ സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് അമ്മ ഇനി അങ്ങ് സ്ത്രീപക്ഷമാകും എന്നുള്ള ചിന്തയില്ല. കാരണം അതിൻ്റെ ഒരു ഘടന അങ്ങനെയല്ല. മാത്രമല്ല അതങ്ങനെ ആകുമെന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പേരെടുത്ത് പറയാം, ഇവിടെ ആസിഫ് അലി വന്ന് വോട്ട് ചെയ്തേനെ,
പൃഥ്വിരാജ് വന്ന് വോട്ട് ചെയ്തേനെ, കുഞ്ചാക്കോ ബോബൻ വന്ന് വോട്ട് ചെയ്തേനെ. വേറൊന്നും കൊണ്ടല്ല, ആ ആക്രമണം ഉണ്ടായതിനു ശേഷം, നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം വിവിധ ഘട്ടങ്ങളിലായി തരക്കേടില്ലാത്ത നിലപാടെടുത്ത താരങ്ങളാണ് ഇവർ. അവരാരും വോട്ട് ചെയ്യാൻ ഇവിടെ വന്നിട്ടില്ല. അവർ മാത്രമല്ല വരാതിരിക്കുന്നത്, വലിയൊരു എണ്ണം പകുതിയോളം ആളുകൾ വന്നില്ല. ധാരാളം ആളുകൾ, പകുതിയോളം ആളുകളിൽ 290 ആളുകൾ വന്നിട്ടില്ല, വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഇത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ സാധ്യമാവുന്നത്. മോഹൻലാൽ പിന്നീട് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കുന്നു. അതൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ നമ്മൾ ഈ ചരിത്രം ഒന്ന് ഓർത്തു പോകണമല്ലോ. 2017 ഒരു ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു കൊട്ടേഷൻ ബലാത്സംഗം ഇവിടെ സംഭവിക്കുന്നത്, ഒരു നടിയെ. ആ സംഭവം ഉണ്ടായതിനു ശേഷം അവർ ശക്തമായിട്ട് ഇതിനോട് പൊരുതാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഞാനങ്ങ് നിഷ്ക്രമിക്കുന്നു എന്നുള്ള മട്ടിൽ ഓടി രക്ഷപ്പെടുകയല്ല ചെയ്തത്, അതിനോട് പൊരുതുകയാണ്. പൊരുതുമ്പോൾ അവിടെ കൂടെ നിന്ന് എത്ര പേരുണ്ട്, നമ്മൾ പേരെടുത്ത് പറയേണ്ട എത്ര പേരുണ്ട്. മഞ്ജു വാര്യരും റിമ കല്ലിങ്കലും പാർവതിയും പോലെ, ഇതിങ്ങനെ ഞാൻ ഒന്നോ രണ്ടോ പേരുകൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എത്ര പേരാണ് ആ ഒപ്പം നിന്ന് പോരാടാൻ വന്ന ആരാ? വനിതകളാണ്. കാരണം സ്ത്രീകൾക്ക് ഈ സംഘടനയ്ക്കുള്ളിൽ ഒരു നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വരുന്നത്. അന്ന് വേറൊരു കാര്യം കൂടിയുണ്ട്. അന്ന് നമ്മളിപ്പം മോഹൻലാലെന്നും മമ്മൂട്ടി എന്നൊക്കെ പറയുമെങ്കിലും അന്ന് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ദിലീപിൻ്റെ കയ്യിലാണ്. മലയാള സിനിമ തന്നെ ദിലീപിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്താണ് ഇവരെല്ലാം പൊരുതി പുറത്തു പോകുന്നത്. അന്ന് ഇവരൊക്കെ സ്വീകരിച്ച നിലപാട് എന്താണ് എന്നുള്ള ഞാനിപ്പോൾ ഓർക്കുന്നത്, ശ്വേതാ മേനോൻ ഇവിടെ ഇല്ല, മുംബൈയിലെങ്ങോട്ടാണ്. അപ്പോൾ അമ്മയിൽ നിന്ന് ഇത്രയും വനിതകൾ രാജിവെച്ച് പോകുന്നു. അപ്പോൾ അമ്മയിലേക്ക് അടിയന്തരമായിട്ട് ചില വനിതകളെ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ശ്വേതയെ കൊണ്ടുവരുന്നത്. വൈസ് പ്രസിഡൻ്റായിട്ട് എങ്ങാണ്ടാണ് വരുന്നതെന്ന് എൻ്റെ ഓർമ്മ. അന്ന് വരുമ്പോൾ അന്ന് ഇതിന് ഈ മറിച്ച ആരോപണങ്ങൾ ഉന്നയിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം, ശ്വേതാ മേനോന് നേരെ വധഭീഷണിയോ ഭീഷണി കോളുകളോ ഫോൺ കോളുകൾ വരുന്നു. എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഫോൺ കോളുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വിഷയം വന്നിട്ടുണ്ട് ആ കാലത്ത് അന്ന്. അപ്പോൾ അതിനെയെല്ലാം എതിർത്തുകൊണ്ട് ഇതൊക്കെ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ എന്ന് പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് ശ്വേതാ മേനോൻ ഇവിടേക്ക് ലാൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അതിനുശേഷം 2017 സംഭവിക്കുന്നു. കുക്കു പരമേശ്വരൻ്റെ കാര്യം തനീഷ് പറഞ്ഞു. കാരണം ഈ വിഷയത്തിൽ കൃത്യമായി മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വനിതാ അഭിനേതാക്കളുടെ പക്ഷത്ത് നിന്നിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുക്കു പരമേശ്വരൻ വേദിയിൽ നിന്നിട്ട് കൂവുമായിരുന്നു മാധ്യമങ്ങളെ. അവരാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പോയി സ്വീകരിക്കാൻ പോയ ആളാണ് വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയം എന്താണ്, ഇവരെത്രത്തോളം സ്ത്രീപക്ഷമാണ് ആ നിലയ്ക്ക് നോക്കിയാൽ എന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സംശയങ്ങൾ എല്ലാം അവശേഷിക്കുക തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ എൻ്റെ പോയിന്റ് പഴയതുപോലെ അവർക്ക് പെരുമാറാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശദീകരിച്ചു നേരത്തെ. അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ മഞ്ജു വാര്യർ സൂപ്പർ സ്റ്റാർ എന്നാണല്ലോ അവരെല്ലാവരും വിളിക്കുക. അവരെ മധ്യവർഗ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ടതാണ്. കാരണം അവരപ്പുറത്തുണ്ടോ? ഇല്ല. അമ്മ വോട്ട് ചെയ്യാൻ പറ്റില്ല. അവരിപ്പുറത്ത് WCCൻ്റെ കൂടെ ഉണ്ടോ? ഇല്ല. എന്നാൽ സൂപ്പർ സ്റ്റാർ ആണ് കേരളത്തിൽ. മോഹൻലാലും മമ്മൂട്ടിയും പോലും ഇതിന്റെ ചീത്തപ്പേര് കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ മഞ്ജു വാര്യരെ ചെളി തെറിക്കരുത് എന്നുള്ള മറ്റൊരു നിർണായക ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത് മഞ്ജു വാര്യരുടെ ഒരു ഒറ്റ പ്രസംഗത്തിൽ നിന്നാണ് ഇതിന്റെ ഗതി തന്നെ മാറുന്നത്. അതൊക്കെ പഴയ കഥയാണ്. തീർച്ചയായും കാലം ആളുകളെ മാറ്റിയിട്ടുണ്ടാവാം. അതിനുശേഷം ഈ പുനർവിചിന്തനമൊക്കെ ഈ സംഘടനയെ കൊണ്ടുവരണം. ഞാൻ പറയുന്നത് മഞ്ജു അല്ല, അതായത് എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഇത്രയും അലമ്പ് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ശ്വേതാ മേനോൻ അമ്മയിൽ വരുന്നു, അമ്മയുടെ വൈസ് പ്രസിഡന്റായി 6 വർഷം പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ നേതൃത്വത്തിലേക്ക് വന്ന ആളല്ലല്ലോ. ഈ ഏറ്റവും അലമ്പ് പിടിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണിക്കുന്നു. വൈസ് പ്രസിഡന്റായി 6 വർഷം പ്രവർത്തിക്കുന്നു. ആ 6 വർഷം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചതിന് ശേഷം ഇപ്പോൾ പ്രസിഡന്റായിട്ട് വരുന്നു. അപ്പോൾ തിരക്കേടില്ല, അവർക്കതിൻ്റെ ഭരണനിർവഹണം നടത്താനൊക്കെയുള്ള കഴിയും. അത് തിരക്കേടില്ലാതെ മുമ്പോട്ട് ആ നിലയ്ക്ക് അവർക്ക് ഒറ്റ കാര്യമാണ്. അതായത് അമ്മയ്ക്ക് നമ്മൾ ഈ കടന്നു പോകുന്ന കാലങ്ങളിൽ അമ്മയായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ അമ്മയുടെ പിന്തിരിപ്പൻ കാര്യങ്ങളെ പറ്റി ഹർഷൻ പറഞ്ഞല്ലോ, അതിനകത്തുള്ള ആളുകളുമായിട്ട് അവരുടെ പിന്തിരിപ്പൻ നിലപാട് പറഞ്ഞല്ലോ, അവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അത് ഇങ്ങനെ രണ്ടാവർത്തി കൂടി പറയണം. ഇത് കേട്ടിട്ട് അങ്ങനെ ആ നിലയ്ക്ക് നിലപാടുകളിൽ അങ്ങനെ മായം കലർത്താതെ അവർ മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം അവർക്ക് ഉണ്ടാകട്ടെ. അമ്മ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു AI പ്ലാറ്റ്ഫോമിനോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു: വ്യക്തിപരമായ ആരോപണങ്ങളിൽ ചുറ്റി മുൻപില്ലാത്ത വണ്ണം ഒരു യുദ്ധക്കളം പോലെ ആയിരിക്കുന്നു ഇത്തവണത്തെ അമ്മ തെരഞ്ഞെടുപ്പെന്ന്. ChatGPT പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു.
തെരഞ്ഞെടുപ്പുകൾ വീറും വാശിയും ഏറ്റുന്നതാണെങ്കിലും താരസംഘടനയിലെ തെരഞ്ഞെടുപ്പ് വ്യക്തി അവഹേളനങ്ങളും അശ്ലീല കേസും അടക്കം മത്സരത്തിന്റെ സകല മര്യാദകളും ലംഘിച്ചു. എങ്കിലും ഏറെക്കാലമായുള്ള വിമർശനത്തിന് പരിഹാരം പുതിയ ഭാരവാഹി പട്ടികയിലൂടെ സൃഷ്ടിക്കാനായി എന്നതിൽ അംഗങ്ങൾക്ക് ആശ്വസിക്കാം. അമ്മയെ ഇനി പെൺമക്കൾ നയിക്കുമ്പോൾ ഇപ്പോൾ അംഗമായവരും മുൻപ് അംഗമായിരുന്നവരും ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഹരിക്കാൻ പുതിയ പെൺപടയ്ക്കാകട്ടെ എല്ലാവരുമായും സംസാരിക്കും എന്നതാണ് ശ്വേതാ മേനോന്റെ ആദ്യ വാക്കുകൾ എന്നതും പ്രതീക്ഷ നൽകുന്നതാണ്. ദീദി ദാമോദരന്റെ വാചകം കടമെടുത്താൽ അമ്മയ്ക്കിടയിൽ കുത്തുകൾ മായ്ക്കാൻ പുതിയ നേതൃത്വത്തിനാകട്ടെ എന്ന് RDXും ആശംസിക്കുന്നു.